വേഗത്തിൽ വേഗത്തിൽ. സങ്കീർത്തനം 45:7. നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദുഷ്ടതയെ ദുഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട്? ആനന്ദ തൈലം. ഒന്ന് വാ തുറന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ആനന്ദ തൈലം കൊണ്ട്. ഇവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കർത്താവായ യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിനു മുൻപേ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ, സ്തോത്രം, അവനിൽ ഒരു അഭിഷേകമുണ്ട്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ അതിശക്തമായി ദൈവത്തിന്റെ ദൂതന്മാർ ബലപ്പെടുത്തേണ്ടതുണ്ട്. സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള പ്രവചന വാക്യമാണിത്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ഒരു മർമ്മം പറയാം. ഈ ക്രിസ്തുവിലുള്ള അഭിഷേകം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത അഭിഷേകമാണ്. ആ അഭിഷേകം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതും ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത അഭിഷേകമാണ്. ഈ ഒന്ന് ചാറ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആനന്ദ തൈലം അതിനകത്തുനിന്ന് ഇത് ദുഃഖിപ്പിക്കുന്ന, ഇത് വിലാപത്തിലിടുന്ന ഒരു അഭിഷേകമല്ല. ഇത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരഭിഷേകമാണ്. ദൈവത്തിനൊന്ന് നന്നായി മഹത്വം കൊടുത്ത് കുഞ്ഞെ, നിന്റെ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന ഒരഭിഷേകമുണ്ട്. നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയെടുക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അത് ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേകമാണ്. ക്രിസ്തുവിലുള്ള അഭിഷേകം ആനന്ദ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എങ്ങനെ? കൂട്ടുകാരിൽ പരമായി. സ്തോത്രം. ദുഃഖം സന്തോഷമാകും. ചേർന്ന് പറ. ദുഃഖം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനന്ദ തൈലത്തിന്റെ അഭിഷേകം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഈ അഭിഷേകം പ്രാപിക്കണം. ഈ ദിവസങ്ങൾ ഈ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കണം. ഇതാണ് ക്രിസ്തുവിലുള്ള അഭിഷേകം. ഇതൊരു ലഹരിയാണ്. എങ്ങനെയുള്ള ലഹരി? ക്രിസ്തുവിലുള്ള ലൈഫ് ഒരു ലഹരിയാണ്. ആരാധനയ്ക്ക് പോകാൻ ആരെയും പ്രേരിപ്പിക്കേണ്ട ഈ അഭിഷേകം പ്രാപിച്ചവനെ അവൻ ആ ദിവസം വരാൻ കാത്തിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പലരും പല നിലകളിലുള്ള തടസ്സങ്ങളിൽ ഇരുന്നിട്ട് എനിക്കിന്ന് ആരാധനയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടടക്കം ആരാധനയ്ക്ക് വന്ന ആളുകളുണ്ട്. എന്തുവാന്നറിയാമോ? അവരിൽ ഒരു അഭിഷേകം കിടക്കുന്ന. അവർക്കറിയാം ദൈവത്തെ ആരാധിക്കുമ്പോഴുള്ള സന്തോഷം, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള സന്തോഷം. ഈ അഭിഷേകം പ്രാപിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഈ അഭിഷേകം പ്രാപിച്ചവർ ഈ സന്തോഷം അനുഭവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇല്ല, പിശാച് നിനക്ക് തടയാൻ ഒക്കത്തില്ല. ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ക്രിസ്തുവിലുള്ള അഭിഷേകം എങ്ങനത്തെയാണ്? ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. ഈ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ഈ അഭിഷേകമാണ് ദൈവസഭയിലേക്ക് ഒഴുകി വരുന്നത്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഓരോ പ്രിയപ്പെട്ടവരിലേക്കും ഈ അഭിഷേകമാണ് ഒഴുകി വരുന്നത്. ഇന്ന് പകൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന എന്തോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ചില ആളുകളുടെ വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ ആത്മാവ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന
ആത്മാവ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പകലാണ്. യെസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അത്ഭുത വിടുതലുകൾ ഇതിനകത്ത് നടക്കുകയാണ്. ദുഃഖിപ്പിക്കുന്ന ചിലതിനെ, ദുഃഖത്തിന്റെ കാരണത്തെ എടുത്തു കളയുന്ന ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ് ചില ശരീരങ്ങളിലേക്ക്.